ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 തക്കാളി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിൽ ഇവിടുന്ന് ചൂടായി വരുമ്പം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഈ ഉള്ളി ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനി 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് ഈ ഉള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ഈ തക്കാളി പേസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു അല്പസമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് തിളച്ചൊക്കെ വരുമ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണമോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു അല്പസമയം ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഒരല്പസമയം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കൊരു പാനിലേക്ക് ഒരു അല്പം ഓയിലൊന്ന് ഒഴിച്ച് അതിലേക്ക് നമുക്കൊരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കണം. ഈ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച ശേഷം നമുക്കിതിന് മുകളിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരല്പം മുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീച്ചിട്ട് ചുട്ടെടുക്കാം. ഇതുപോലെ ഞാനൊരു 4 മുട്ടയൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അടപ്പം തുറന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മളിവിടെ ഇങ്ങനെ ചുട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ട കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുത്ത് ഈ മുട്ടയിൽ ഈ മസാലയെല്ലാം ഒന്ന് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടെ കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഒന്ന് ചെറുതായിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.